പീഡന ദൃശ്യങ്ങൾ ചിത്രീകരിച്ച നാസിക്കിലെ ആൾ ദൈവത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ മാസം 18/3/2026 കരാട്ടിനെ അറസ്റ്റ് ചെയ്തത്. കരാട്ട് നാസിക്കിലെ ഒരു ആൾ ദൈവമായി വളരെയധികം ജനങ്ങളെ ആകർഷിച്ചു വന്ന ഒരു ദൈവം ആയിരുന്നുവെന്നാണ്. കുറേ നാളുകളായി ഇദ്ദേഹം ഫീൽഡിലുണ്ട്. നേവിയിലെ ഉദ്യോഗസ്ഥനായി റിട്ടയർ ചെയ്ത അശോക് കുമാർ ഖരാട്ട് എന്ന ആളാണ് ആൾ ദൈവമായി മാറിയത്. അദ്ദേഹത്തിൻ്റെ ഉപദേശം സ്വീകരിക്കാൻ ധാരാളം സ്ത്രീകൾ അദ്ദേഹത്തിൻ്റെ ആത്മീയ പ്രവർത്തനം നടത്തുന്ന സ്ഥലത്ത് എത്തിച്ചേരുകയും അദ്ദേഹമായിട്ട് വളരെയധികം ലോഹ്യത്തിലാകുകയും അടുപ്പത്തിലാകുകയും ചെയ്തു. അങ്ങനെ 35 വയസ്സുകാരിയായ ഒരു സ്ത്രീ കഴിഞ്ഞ 3 വർഷമായി തന്നെ ഇയാൾ പീഡിപ്പിക്കുകയായിരുന്നു എന്നൊരു പരാതി കരാട്ടിനെതിരെ നാസിക് പോലീസിന് കൊടുത്തു. 18/3/2026 ആൾ ദൈവത്തിനെ നാസിക് പോലീസ് അറസ്റ്റ് ചെയ്തു. കാരണം ഈ കേസിനോടനുബന്ധിച്ച് അവർ ആൾ ദൈവത്തിൻ്റെ വസതി പരിശോധിച്ചപ്പോൾ രഹസ്യ ക്യാമറയിലൂടെ അശ്ലീല വീഡിയോകൾ ഇദ്ദേഹം പീഡിപ്പിക്കുന്നത് ചിത്രീകരിച്ചതായി കണ്ടെത്തി. അത് ഇപ്പോൾ പല ആൾക്കാരും അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാനും തുടങ്ങി. സ്ത്രീകൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ 3 വർഷം പീഡിപ്പിച്ച ഒരു സ്ത്രീ നാസിക് പോലീസിൽ പരാതിപ്പെട്ടു. 35 വയസ്സുകാരിയായ ആ സ്ത്രീ ഇങ്ങേരുടെ അടുത്ത് ഉപദേശം സ്വീകരിക്കാനും കുടുംബ പ്രശ്നം ചർച്ച ചെയ്യാനും ഒക്കെ വന്ന് ക്രമേണ ഇദ്ദേഹം അവരുമായിട്ട് വളരെ അടുപ്പത്തിലായി. അവരെ കഴിഞ്ഞ 3 വർഷമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഏതായാലും 18/3/2026 നാസിക് പോലീസ് കരാട്ടിനെ അറസ്റ്റ് ചെയ്യാതെ നിവൃത്തിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്ന് പിടിച്ചെടുത്ത ചിത്രീകരിച്ചിരിക്കുന്ന പെൻഡ്രൈവിനകത്ത് കണ്ട് പോലീസ് അന്തം വിട്ടുപോയി. കാരണം മാന്യമായ പല സ്ത്രീകളെയും പീഡിപ്പിക്കുന്നത് രഹസ്യ ക്യാമറകളിൽ അദ്ദേഹം ഷൂട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. ഇതൊന്നും സ്ത്രീകൾ മനസ്സിലാക്കിയില്ല. പക്ഷെ ഒരു സ്ത്രീ ഇപ്പം പരാതിപ്പെട്ടപ്പോൾ പോലീസ് അവിടെ റെയ്ഡ് നടത്തിയപ്പോഴാണ് അശ്ലീല വീഡിയോകൾ ധാരാളമായി അവിടെ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. അത് പെൻഡ്രൈവിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയകൾ ഈ അശ്ലീല വീഡിയോകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അതൊരു തരംഗമായി 450ഓളം സാമൂഹ്യ മാധ്യമങ്ങളിൽ വെബ്സൈറ്റുകളിൽ ഇത് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു. ഇതുവരെ അത് അവിടെ നിന്ന് പല മേഖലയിലേക്ക് അങ്ങ് സഞ്ചരിക്കുകയാണ്. മഹാരാഷ്ട്രയിലുള്ള പല സ്ഥലത്ത്, ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇദ്ദേഹത്തിനെ കാണാൻ വന്ന പല സ്ത്രീകളുടെയും ഇതുപോലെ പീഡനത്തിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പല സ്ത്രീകൾക്ക് വേറെ നിവൃത്തിയില്ല, പരാതി കൊടുക്കാനേ പറ്റുള്ളൂ. കാരണം സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞു, അവർക്കൊരു ഡിഫൻസ് വേണം. തന്നെ അയാളെ പീഡിപ്പിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് ഇതുവരെ 12ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കേസിലേക്ക് അറസ്റ്റുണ്ടായി, രണ്ടാമത്തെ കേസിലേക്ക് അറസ്റ്റ് ചിത്രീകരിച്ചിട്ടുണ്ട്. മൊത്തം 12ഓളം FIRകളായി. പക്ഷേ ഇപ്പം വന്നിരിക്കുന്നത് ഈ ചിത്രീകരിച്ച സംഭവങ്ങൾ എങ്ങനെയോ ലീക്ക് ഔട്ടായി. അതിൽ നിന്ന് വളരെയധികം സോഷ്യൽ മീഡിയകൾ ഓരോരോ സംഭവങ്ങൾ എയർ ചെയ്യാൻ തുടങ്ങി. പല സ്ത്രീകളുടെ അഭിമാനം പ്രശ്നമായി, നാണക്കേടായി, മാനക്കേടായി. അതുതന്നെയല്ല, ആൾ ദൈവത്തിൻ്റെ അവിടെ, അദ്ദേഹത്തിൻ്റെ അവിടെ ധാരാളം ആൾക്കാർ, സ്ത്രീകൾ വന്നു ചേർന്ന് കഴിഞ്ഞപ്പോൾ അവിടത്തേക്ക് രാഷ്ട്രീയക്കാരും മന്ത്രിമാരും MLAമാരും ഒക്കെ വന്ന് ഉപദേശം സ്വീകരിക്കാൻ തുടങ്ങി. കാരണം ജനങ്ങൾ അവിടെ തടിച്ചു കൂടുകയാണ്. അങ്ങനെ അവർ പലരും കുരുക്കിലായി. ഈ 450 സാമൂഹ്യ മാധ്യമങ്ങളിലെ ഓരോ ദിവസവും ഓരോരുത്തരെ പറ്റിയുള്ള ഈ പീഡനത്തിന്, ഇദ്ദേഹം പീഡിപ്പിക്കുന്ന ചിത്രങ്ങൾ വന്നു തുടങ്ങി. പോലീസ് ഇപ്പം 450ഓളം സോഷ്യൽ മീഡിയയ്ക്കെതിരായിട്ട് കേസെടുത്ത് കഴിഞ്ഞു. കാരണം IT ആക്ടിൻ്റെ പലർക്കും അറിയില്ല. സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും അല്ലെങ്കിൽ വെബ്സൈറ്റുകളിലൊക്കെ പലരും പലതും വിളിച്ചു പറയുകയും ചിത്രീകരിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം അതിനകത്ത് ഒഫൻസ് എന്താണെന്ന് ഇവർക്ക് പലരും അറിയത്തില്ല. വലിയവരും ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടിയാണ് അത് കാണുന്നത്. അങ്ങനെ പ്രചരിപ്പിക്കുന്നത്, ഈ അശ്ലീല സംഭവങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഇന്ത്യൻ IT ആക്ട്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 66 പ്രകാരം 3 വർഷത്തേന് ശിക്ഷ, 67 പ്രകാരം 5 വർഷം ശിക്ഷ,
ഒന്ന് പ്രചരിപ്പിച്ച 5 വർഷമായി. അത് വീണ്ടും വേറൊരു സ്ത്രീയുടെ പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത സെക്കൻഡ് ഒഫൻസായിട്ട് കണക്കാക്കും, 10 വർഷത്തെ ശിക്ഷ. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ 1, 2, 3 ഒക്കെ ഇതുപോലുള്ള ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും റിപ്പീറ്റഡ് ആണ്. ഒരെണ്ണം മാത്രമല്ല, അടുത്തത് വേറെ വരുന്നു, അതിൻ്റെ പിന്നാലെ വരുന്നു. അപ്പോൾ എങ്ങനെയായാലും അവർ ഒരു 10 വർഷത്തെ തടവിലേക്ക് പോകും. ഇതിനകത്തൊന്നും സാക്ഷികൾ വേണ്ടല്ലോ. ഇതിനകത്ത് ഇത് മതി. IT ആക്ട് അനുസരിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട ആ ദൃശ്യങ്ങൾ മതി, സാക്ഷികളുടെ ആവശ്യമില്ല. അപ്പോൾ ശിക്ഷിക്കപ്പെടും. 450ഓളം കേസുകൾ ഇപ്പോൾ ആ കാര്യത്തിൽ തന്നെ പോലീസ് രജിസ്റ്റർ ചെയ്യേണ്ടി വരും. അതിനകത്ത് 66 IT പ്രകാരം 67 IT പ്രകാരം തന്നെയാണ് ആ കേസുകൾ. ആൾദൈവത്തിന് എതിരായി അതിശക്തമായ നടപടിയിലേക്ക് ജനങ്ങൾ പോയി. ആൾദൈവത്തിനെ കോടതിയിൽ 2 കേസിനകത്ത് റിമാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനി 12ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കേസിലെല്ലാം റിമാൻഡ് ചെയ്യേണ്ടി വരും. അദ്ദേഹത്തിനെ കോടതി കൊണ്ടുവരാൻ പോലീസിന് ബുദ്ധിമുട്ടായി. കാരണം ആൾക്കാർ അദ്ദേഹത്തിന് ഈ സ്ത്രീകളുടെ മക്കളുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരുണ്ടാവും, ബന്ധുക്കളുണ്ടാവും, അവർ ഇയാളെ തല്ലിക്കൊല്ലും. അതുകൊണ്ട് അയാളെ കോടതി കൊണ്ടുവരാനായിട്ട് ഇപ്പം നാസിക് പോലീസിന് കഴിയുന്നില്ല. അതിന് പകരം ഓൺലൈനിലാണ് അദ്ദേഹത്തിനെ ഇപ്പം കോടതിയിൽ ഹാജരാക്കുന്നത്. കാരണം നേവിയിൽ നിന്ന് ഇയാൾ റിട്ടയർ ചെയ്ത ശേഷം പതുക്കെ ആത്മീയ കാര്യത്തിലേക്ക് അയാൾ കയറിയത് മനഃപൂർവ്വം തന്നെ. കാരണം ഇതുപോലുള്ള 30-35 വയസ്സ് ഒക്കെ ആയി കഴിയുമ്പം ഭർത്താക്കന്മാരും വീട്ടുകാരും ഒക്കെ ആയിട്ട് സ്ത്രീകൾ പലപ്പോഴും പിണങ്ങി അവർ ഒറ്റയ്ക്ക് സഞ്ചരിക്കും. ആ സമയത്ത് ഒരു ആശ്രയം ലഭിക്കാൻ വേണ്ടിയിട്ട് ആണ് നാസിക്കിലെ ആൾദൈവം അശോക് കുമാർ ഖരാട്ടിൻ്റെ അടുത്ത് എത്തുന്നത്. അദ്ദേഹം രഹസ്യമായിട്ട് ഇവരുമായിട്ട് അടുത്ത് അവരെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ, അത് അദ്ദേഹത്തിന് ഒരു ഹരമാണ്. അത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നു. അത് രഹസ്യമായി ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ചില ആൾക്കാരെ അതിന് പ്രത്യേകം നിയോഗിച്ചിട്ടുണ്ട്. അവരത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിരുന്നു. പലതും പെൻ ഡ്രൈവിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. കാരണം നഷ്ടപ്പെട്ടു പോകരുതല്ലോ. 100-ലേറെ സ്ത്രീകളെ പീഡിപ്പിക്കുന്നതിൻ്റെ പെൻ ഡ്രൈവുകൾ പോലീസ് പിടിച്ചെടുത്തെന്നാണ് പറയുന്നത്. എന്തായാലും ജ്യോതിഷി ആയിരുന്ന ഖരാട്ടിനെ അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ പലതും തങ്ങൾക്കൂടെ ആവശ്യമാണ് എന്ന് രാഷ്ട്രീയക്കാരും മന്ത്രിമാരും അതുപോലെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരും വ്യവസായികളും കുടുംബക്കാരുമൊക്കെ വലിയ പണക്കാരുമൊക്കെ വന്നുകൊണ്ടേയിരുന്നു. ധാരാളം പണം അദ്ദേഹത്തിന് വന്നുകൊണ്ടിരുന്നു. അതേ സമയത്ത് അദ്ദേഹം എൻജോയ് ചെയ്യുകയും ചെയ്യുന്ന പല സ്ത്രീകളെയും പീഡിപ്പിക്കാൻ അവസരം വരുന്നു. അത് ചിത്രീകരിക്കുന്നു. അത് വീണ്ടും അദ്ദേഹത്തിനെ കാണാം. ഈ ചിത്രീകരിച്ച സ്ത്രീകളുടെ ഈ പീഡനം കുറേ പേര് അത് എങ്ങനെയോ കൈക്കലാക്കി. അത് 450ഓളം സോഷ്യൽ മീഡിയയിൽ വെബ്സൈറ്റുകൾ അത് വന്നു. അവർ ചിലർ ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് 50 രൂപ മുതൽ 100 രൂപ മുതൽ ഈടാക്കിയിരുന്നു. ചിലർ 20 രൂപ ഈടാക്കി. കാരണം കൂടുതൽ ആൾക്കാർ അപ്പം പർച്ചേസ് ചെയ്യും. അവരവരുടെ സൈറ്റിൽ ഇത് കാണുന്നതിന്, ഈ പീഡന രംഗം കാണുന്നതിന് 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സൈറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും. അവരുടെ അക്കൗണ്ടിൽ പണവും വരും. അങ്ങനെ സോഷ്യൽ മീഡിയക്കാർ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെയൊക്കെ തന്നെ ഇന്ത്യയിൽ ഇതുവരെ പോലീസിൻ്റെ ശ്രദ്ധയിലും പരാതിയിലായിട്ട് വന്നിരിക്കുന്ന 450 സോഷ്യൽ മീഡിയയിലാണ്. വെബ്സൈറ്റ് ഉള്ളവർ സൂക്ഷിക്കുക. ഇതുപോലെയുള്ള ഒബ്സീനായ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചാലും അത് ഒരു തരത്തിലും നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലോ നിങ്ങളുടെ വെബ്സൈറ്റിലോ ഇടരുത്. ഇട്ട് കഴിഞ്ഞാൽ ജാമ്യമില്ലാതെ അകത്ത് കിടക്കും. 5 വർഷം മുതൽ 10 വർഷം വരെ ശിക്ഷ ലഭിക്കും. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കമൻ്റ് ഇടുന്നവർ സൂക്ഷിക്കുക. വൾഗറായ കമൻറ്റുകൾ പലരും ഇപ്പോൾ ഇടുന്നത് കാണാം. അവർക്കൊക്കെ നടപടി ഉണ്ടാവും. അത് സമയമെടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. എന്നെങ്കിലും നിങ്ങൾ ഇതുപോലെ അശ്ലീലം പ്രചരിപ്പിക്കുകയും വാക്കാൽ പറയുകയും അതുകൊണ്ട് പലതിൻ്റെ അടിയിൽ മോശമായ കമൻറ്റ് ഇടുകയും ചെയ്യുന്ന ധാരാളം പേരെ കാണുന്നുണ്ട്. അവർ വിചാരിക്കും അവരുടെ ഫേക്ക് അഡ്രസ്സാണ്, പിടിക്കില്ല. കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ ബുക്ക് ചെയ്തിരിക്കും. 3 വർഷം മിനിമം അകത്ത് കിടക്കേണ്ടി വരുമെന്ന് ഇതുപോലെ ബാഡ് കമൻ്റ് ഇടുന്നവരും ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വായി വരുന്ന വിളിച്ചു പറയുന്നതും അത് ഓറലായാലും ശരി റിട്ടൺ ആയാലും ശരി നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊള്ളൂ.